ഹലോ. അപ്പൊ സമ്മറൊക്കെ ആയില്ലേ, ഞങ്ങളിങ്ങനെ ബീച്ചൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പോ ഇന്നുള്ളത് ഡോവർ കെന്റിലാണ്. ഇവിടെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ കണ്ടോ, ജങ്കാർ പോലെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നേ. ഇത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലീഷ് ചാനലിന്റെ അരിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഡോവർ കെന്റിലെ വിശേഷങ്ങൾ കാണാം. സോ വെൽക്കം ടു എ ന്യൂ വ്ലോഗ് വിത്ത് മീ ലിമു. ശരിക്കും ഡോവറിനെ ഗേറ്റ് വേ ഓഫ് ലണ്ടൻ എന്നാണ് കേട്ടോ പറയണേ. ഇത് ആക്ച്വലി കെന്റിന്റെ ഒരു സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ആണ്. എന്താ പറയാ, നല്ലൊരു പ്രശസ്തമായ തുറമുഖ നഗരം. ആക്ച്വലി കെന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. വൈറ്റ് ക്ലിഫ് ഉണ്ട്, കാസൽസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ചാനലിന്റെ നല്ല അടിപൊളി ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഉള്ളതാണ് ഡോവർ മെറീനയിൽ. അപ്പൊ നമ്മുടെ ഹോട്ടലൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഈ യാച്ചൊക്കെ സാധാരണയായിട്ട് പാർക്ക് ചെയ്യണത് ഇവിടെ ആട്ടോ. അപ്പൊ ബീച്ചൊക്കെ കണ്ടേ നമ്മള്. ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, വെള്ളത്തിലൊക്കെ നല്ല തണുപ്പാ. സമ്മറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടത്തെ ബീച്ചിലെ വെള്ളമൊക്കെ ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇതേ അങ്ങ് ദൂരെ കാണുന്ന ആ കാസലില് പോയാലോ? വാ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ കാസലിൽ എത്തിയതോ നോക്കി. അവിടെ നിന്ന് നമ്മള് വണ്ടിയൊക്കെ എടുത്തു വന്ന് വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് കണ്ടോ കാസിൽ. ഈ കാസിലൊക്കെ പുറത്തുനിന്ന് കാണാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ UK വന്നതിന് ശേഷം ഏകദേശം ഒരു 3-4 കാസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അകത്തൊക്കെ ഏകദേശം ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഈ നമ്മളെപ്പോലുള്ള ഈ ടൂറിസ്റ്റിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് സെറ്റ് വെച്ചേക്കാണ്. എനിക്കാണെങ്കിൽ ഈ ഹിസ്റ്ററീസ് ഒക്കെ ഭയങ്കരമായിട്ട് ബോറടിക്കും. അത് കാരണം ഞങ്ങളകത്ത് കയറിയില്ല. നമുക്ക് വേറെ പോവാം. അങ്ങനെ നമ്മള് വൈറ്റ് ക്ലിഫ് ഡോവറിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. ചേർത്തനവിടെ നടപ്പുണ്ട്. അപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടോ, നമ്മളൊരു നല്ല ഒരു ക്ലിഫിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ താഴെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോവേഴ്സ് കാണാം. അവിടെയാണ് ഈ ഷിപ്പൊക്കെ വന്ന് ഡോക്ക് ചെയ്ത് വണ്ടികളൊക്കെ കയറ്റി ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നത്. എത്ര വണ്ടികളാ പോയി കയറണേന്ന് നോക്കി. നിറച്ച് ഷിപ്പുണ്ട്. ഒരെണ്ണം ഇപ്പൊ പോയേ ഉള്ളൂ. ഇത് അവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. നടക്കുമ്പോൾ നമുക്ക് കുറെ കാണാം. ഇത് ആക്ച്വലി ഒരു ചോക്ക് പാറയാട്ടോ. എന്താ പറയാ, നമ്മളിപ്പം നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 350 അടി ഉയരത്തില. എന്ത് രസമാണെന്നറിയാം ഇവിടുന്ന് വ്യൂ കാണാനായിട്ട്. ശരിക്കും നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഫ്രാൻസിന്റെ തീരപ്രദേശം കാണാന്നൊക്കെയാണ് പറയണത്. നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ചിലപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ക്ലിഫിന്റെ മുകളിലെത്തി. ഇവിടെ നല്ല ഭംഗിയായിട്ടോ താഴ്ചക്കുള്ള വ്യൂ കാണാനായിട്ട്. അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ആ ക്ലിഫിലേക്ക് നല്ലോണം വെള്ളം അടിച്ചിങ്ങനെ വേവ് കയറണുണ്ടോ. You like it here?
അങ്ങനെ നമ്മൾ ഡോവർ ക്ലിഫിൽ നിന്നിറങ്ങി ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നതാണ് കാൻറ്റർബറി കത്തീഡ്രൽ. നമ്മൾ ആക്ച്വലി പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെയും കൂടി കയറിയിട്ടാണ് നമ്മളിനി പോകുന്നത്. കാൻറ്റർബറി കത്തീഡ്രൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി. സർവീസൊക്കെ കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്തു. നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷെ പുറത്തുനിന്നാണെങ്കിലും കാണാനുണ്ട് കേട്ടോ. നല്ല വലിയ പള്ളിയാണ്. അപ്പം നമുക്ക് ചുറ്റിനും നടന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് പള്ളിയുടെ മോൾ ഭാഗമാണ്. നല്ല വലിയ പള്ളിയാണ്. ഇത് ആക്ച്വലി കെൻറ്റിലെ ഒരു ഹിസ്റ്ററിക് സിറ്റിയാണ്. ഏകദേശം AD ഒരു 597 സെൻറ്റ് അഗസ്റ്റിനാണ് ഇത് സ്ഥാപിച്ചത്. 1070 ഇവിടെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇത് വീണ്ടും അവർ പുനർനിർമ്മിച്ചെന്നൊക്കെയാണ് പറയണത്. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണേ. അവിടെ എന്തോ പിന്നെയും പണിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തെങ്കിലും റിന്യൂവേഷൻ ആയിരിക്കും. ഇത് പള്ളിയുടെ സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു സോവനീർ ഷോപ്പാണ്. ഞങ്ങൾ അവിടെയൊക്കെ കയറി കണ്ടു. ഞങ്ങൾ ശരിക്കും എവിടെ പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സോവനീർ ഞങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ചിലതൊക്കെ മേടിച്ചു. പിന്നെ ലിമൂന് ടോയ്സൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാൻറ്റർബറി സൈഡ് അങ്ങടേക്ക് എത്തും. അപ്പം നമുക്ക് പയ്യെ നടന്ന് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കെൻറ്റിലെ വിശേഷങ്ങൾ. വന്ന് നമ്മൾ കാൻറ്റർബറി വരെ എത്തി. കത്തീഡ്രലിൻ്റെ അകത്ത് കയറാനൊന്നും പറ്റിയില്ല, അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ മണി ഏകദേശം ഒരു 6:30 ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.